സംസ്ഥാനത്ത് ഓൺലൈൻ പെൺവാണിഭ സംഘം പിടിയിൽ. ചുംബന സമര സംഘാടകൻ രാഹുൽ പശുപാലൻ, മോഡൽ രശ്മി നായർ, കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അക്ബർ എന്നിവർ ഉൾപ്പെടെ 15 പേരാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു. പെൺവാണിഭത്തിനെതിരായ അന്വേഷണം തുടരുന്നതായി IG ശ്രീജിത്ത് വ്യക്തമാക്കി. റെയ്ഡുകളും അറസ്റ്റുകളും തുടരുക തന്നെയാണ്. വലിയ ഒരു ശൃംഖല തന്നെ ഇതിനെ കണക്ട് ചെയ്ത് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് IG-യുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. ഈ വിഷയം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം തന്നെ ശ്രീ ലേസർ ഷൈൻ എന്നിവർ തത്സമയം ചേർന്നു. മറ്റ് അതിഥികളും നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ ശ്രീ ജോർജ് ജോസഫ്, സുപ്രധാനമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഭീതിതമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു പ്രതീക്ഷ എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റ്, റെയ്ഡ് ഒക്കെ തന്നെ വളരെ പ്ലാൻഡായുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ആ കാര്യങ്ങളെ ആദ്യം തന്നെ ഒന്ന് പരിശോധിച്ചാൽ. അത് IGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഇപ്പം പോലീസ് നടത്തിയിരിക്കുന്നത്. അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. കാരണം കഴിഞ്ഞ മാസം നമ്മൾ അറിഞ്ഞു ഓൺലൈനിൽ പെൺവാണിഭ്യത്തിൽ കുറേ ആൾക്കാരെ ട്രേസ് ചെയ്ത് 8 പേരെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുകയാണ്. അതിനകത്തൊരു പ്രത്യേകത, ഒരു മൈനർ ആൺകുട്ടി, ഒരു 12-14 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത 15 അംഗ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിനെ പോലീസ് മോചിപ്പിച്ചു. മൊത്തം 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 15 പേരിൽ 8 പേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ചുംബന സമരത്തിൻ്റെ നേതാവായിരുന്ന രാഹുൽ പശുപാലനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോഡലായ രശ്മി നായരും ഉൾപ്പെട്ടിരുന്നു. ഇവരെ കൂടാതെ 7 ഫേസ്ബുക്കിലൂടെയും ഓൺലൈനിലൂടെയാണ് ഈ പെൺവാണിഭം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് വളരെ സീക്രട്ടായ ചില സൈറ്റുകളൊക്കെ ഉണ്ട്. അത് താല്പര്യമുള്ളവർ അതിലോട്ട് കയറി പ്രവേശിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. എന്തായാലും പോലീസ് 2-3 മാസമായി നിരന്തരം ഇത് ട്രാക്ക് ചെയ്ത് ഫേസ്ബുക്കിൻ്റെ അധികൃതരുമായി ചേർന്ന് നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് ഇത് വെളിച്ചത്താകുന്നത്. അത്തരത്തിലുള്ള വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പേജ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ മറന്നു പോവുകയും ഈ പറഞ്ഞ 2 പേർ, ചുംബന സമരത്തിൽ പങ്കെടുത്ത 2 പേർ, ഒരു നായകനോ ഒരു നായികയോ ഒരു പ്രസ്ഥാനമോ ഇല്ലാതെ നടന്ന വലിയൊരു ചലനം, ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന ഒരു കാര്യത്തെ നമ്മൾ വളരെ ചുരുക്കി കൊണ്ടുവന്ന ഒരു കുറ്റത്തിന്റെ കൂടെ കെട്ടിവെക്കുന്നത് ശരിയല്ല. കുറ്റം വളരെ വ്യക്തമായി കുറ്റമാണ്, അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറ്റം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമാണ്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പരമാവധി ശിക്ഷ കിട്ടേണ്ട കുറ്റം തന്നെയാണ്. ഇതിൽ നമുക്ക് ആർക്കും തന്നെയും സംശയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ ഉപയോഗിക്കുന്നതിനെതിരെ, ഒരു ലൈംഗിക വസ്തുവായി ഉപയോഗിക്കുന്നതിനെതിരെ തന്നെയായിരുന്നു ചുംബന സമരം. അതൊരു വലിയ മൂവ്മെന്റായി മാറുക മാത്രമല്ല, അത് ഒരു ഫാസിസത്തിനെതിരെയുള്ള കേരളത്തിന്റെ വലിയ ശബ്ദമായി മാറി. അത് ഇന്ത്യയിൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസത്തിനെതിരെയുള്ള ശബ്ദമായി മാറി. അത് ആ അർത്ഥത്തിൽ തന്നെ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയ മൂവ്മെന്റായി മാറുകയും ഇന്നലെ ഇപ്പോൾ അബ്ദുറബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ലിംഗ വിവേചനപരമായ പരാമർശങ്ങൾക്കെതിരെ വലിയ ശക്തമായ മൂവ്മെന്റായി മാറേണ്ട ദിവസമാണിന്ന്. അതിനെതിരെ അടക്കമുള്ള ശക്തമായ വലിയ ജനകീയ മുന്നേറ്റം നടക്കുന്ന, ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടക്കുന്ന, വളരെ വ്യക്തമായി RSSനെയും അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളെ എതിർക്കുന്ന ഒരു മുന്നേറ്റമായി മാറിയിരിക്കുന്ന ദിവസം ഈ സമരത്തെയും ഈ മൂവ്മെന്റിനെയും ഈ കുറ്റകൃത്യത്തെയും ഒന്നിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ആദ്യം തന്നെ ചോദിച്ചോട്ടെ ശ്രീ രാഹുൽ ഈശ്വർ, നിങ്ങളൊരു പക്ഷേ ഒപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുള്ളവരായിരിക്കും. രാഹുൽ പക്ഷേ ആദ്യം തന്നെ ഞെട്ടലുണ്ടോ? അല്ല, വിഷമമുണ്ട്. നമ്മൾ ഞെട്ടലെന്നല്ല, അത് കേട്ടതിൽ വളരെ വിഷമമുണ്ട്. ആദ്യ കാര്യം 3 പോയിന്റ്. 1, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ. അവർ ജീവിതത്തിന്റെ വഴികളിൽ വീണു പോകുന്നവരാണ്. അങ്ങനെ കണ്ടാൽ മതി. രാഹുൽ പശുപാലൻ ജനിച്ചപ്പോഴേ ഒരു പെൺവാണിഭക്കാരനാണ് എന്ന രീതിയിലൊന്നും പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതിനു മുമ്പ് എന്റെ സുഹൃത്തെ, അരാജകത്വം എന്ന് പറയുന്ന ആഭാസം ഞങ്ങൾ നിങ്ങളെ കണ്ടു സുഹൃത്തെ. അന്നേരം ഞങ്ങൾ ഇവിടെ ഒന്നും പ്രശ്നം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ RSS എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ തന്നെയാണ് ഈ സമരം.
സംഘടനകൾക്കെതിരെ തന്നെയാണ് ഈ സമരം. അതിലൊരാൾ കുറ്റം ചെയ്താൽ അയാൾ കുറ്റവാളിയാണ്. കുറ്റമായും സമരത്തെ സമരമായും കാണാൻ നിങ്ങൾ പഠിക്കൂ. നിങ്ങൾക്ക് സമരത്തെ സമരമായും വ്യക്തിയെ വ്യക്തിയായും നിങ്ങൾ നിയമം പഠിച്ച ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റത്തെ കുറ്റമായും സമരത്തെ സമരമായും കാണാനായിട്ടുള്ള ഒരു സാക്ഷരതയുള്ള ആളായും ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഉത്തരം കിട്ടാഞ്ഞപ്പോൾ കൊഞ്ഞനം കാട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ യാതൊരു രാഷ്ട്രീയ വിഷയമല്ല. കിസ് ഓഫ് ലവിനെ ശ്രീ പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കിസ് ഓഫ് ലവിനെ ഡിവൈഎഫ്ഐ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങൾ ആരും സദാചാര പോലീസിനെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ മറുപടി സദാചാര അരാജകത്വമല്ല. ഇത് തന്നെയാ ചിന്തോചരവും പറഞ്ഞത്, ഇത് തന്നെ ഡിവൈഎഫ്ഐ പറഞ്ഞത്, ഇത് തന്നെ യുവമോർച്ച പറഞ്ഞത്, ഇത് തന്നെയാ KSUവിലെ പലരും പറഞ്ഞത്. അപ്പോ അമിതമായ ഇടത് ചാഞ്ഞ് നിൽക്കുന്ന ശ്രീ VT ബൽറാമിനെ പോലെയോ ശ്രീ MB രാജേഷിനെ പോലെയോ കുറെ ആൾക്കാർ മാത്രം വെക്കുന്ന ആശയം എല്ലാ പാർട്ടികളുടെയും അല്ല, ആർ എസ് എസിനും പിണറായി വിജയനും ഒരേ അഭിപ്രായമാണെന്ന് രാഹുൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല. ഇത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അവർ തീരുമാനിക്കുന്നു. RSS പറഞ്ഞതും പിണറായി പറഞ്ഞതും ഒരേ കാര്യമാണ് എന്ന് ഒരേ കാര്യമാണെന്ന് പറയുന്നത്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടത്തെ ഏതായാലും നമുക്ക് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിസ് ഓഫ് ലവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ പശുപാലനും അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ പെൺവാണിഭം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു സ്പേസ് എങ്ങനെയുണ്ടായി, അതിൽ കൃത്യമായ മറുപടി ഏതായാലും ലസർ ഷൈൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട കൂടുതൽ റെയ്ഡുകൾ പുരോഗമിക്കുന്നു, അറസ്റ്റുകൾ ഇനി ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതായാലും ലസർ ഷൈൻ്റെ ഒരു മറുപടിയിലേക്ക്, സ്പെസിഫിക്കായ ഒരു മറുപടിയിലേക്ക് തന്നെ പോകേണ്ടതാണ്. അല്പം മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ കിസ് ഓഫ് ലവിൻ്റെ ഉപ ഉൽപ്പന്നമാണ് ഇതൊക്കെ എന്ന തരത്തിലേക്ക് ചേർത്ത് വായിക്കാനുള്ള ഒരു സ്പേസ് എങ്ങനെ ഉണ്ടായി ശ്രീ ലസർ ഷൈൻ? കിസ് ഓഫ് ലവിൻ്റെ ഉപോൽപ്പന്നമാണ് ഇത് എന്ന് ചേർത്ത് വായിക്കുന്നത് ആരാണ് ചേർത്ത് വായിക്കുന്നത്? ഈ സമരം ഇത് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന കിസ് ഓഫ് ലവ് മുതൽ കോഴിക്കോട് നടക്കുന്ന കിസ് ഇൻ ദ സ്ട്രീറ്റ്, ആലപ്പുഴയിൽ നടന്ന കിസ് അഗെയിൻസ്റ്റ് ഫാസിസം, ഹൈദരാബാദിലും തിരുവനന്തപുരത്തും നടന്ന സമരങ്ങൾ, ഈ സമരങ്ങളിലൊന്നും തന്നെ ഒരു നേതൃത്വം ഇല്ല. അപ്പം നേതാവ് എന്ന് പറയുന്ന ഫിഗർ ഇല്ല. ഈ പറയുന്ന രാഹുലിനെ പോലെയുള്ള ചില മുഖങ്ങളെ അല്ലെങ്കിൽ ചില മുഖങ്ങളെ ഇതിൻ്റെ ഫേസ് ആക്കി മാറ്റിയത് അത് മീഡിയയുടെ ആവശ്യമായിരുന്നു. കിസ് അഗെയിൻസ്റ്റ് ഫാസിസം എന്ന് പറയുന്ന സമരത്തെ ചുംബന സമരം എന്ന് ചുരുക്കി പറഞ്ഞത് മീഡിയയാണ്. വളരെ തുല്യമായ ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങളിൽ. ഇതൊരു സെലിബ്രിറ്റി ആയി മാറുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഒരാൾ എങ്ങനെയാണ് സെലിബ്രിറ്റി ആയി മാറുന്നത്? ഒരാൾ സെലിബ്രിറ്റി ആയി മാറുന്നതിന് ആ പ്രസ്ഥാനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? ഇവിടെ ഒരു മൂവ്മെന്റ് ഉത്തരം പറയേണ്ടതില്ല. ഇവിടെ വളരെ വളരെ ശക്തമായി ഇന്ന് ആ മൂവ്മെന്റിന്റെ ഭാഗമായി കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഞാൻ വായിച്ചത് അവർ വളരെ ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുന്നുണ്ട്.